ക്രിസ്മസ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. ഔസേപ്പ് പിതാവിനുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഔസേപ്പ് പിതാവ് നീതിമാനായിരുന്നു. ഔസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നീതിമാനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഔസേപ്പ് പിതാവ്. ഔസേപ്പ് പിതാവ് വിവാഹപ്രായമായി വിവാഹം ആലോചിക്കുകയാണ്. അങ്ങനെ വിവാഹം ആലോചിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയാണ്. വിവാഹം ഉറപ്പിക്കുന്നതിന് ശേഷം ഔസേപ്പ് പിതാവ് ഒരു കാര്യം അറിയാണ്. പരിശുദ്ധ അമ്മ ഗർഭിണിയായി എന്നുള്ള വാർത്ത കേൾക്കുകയാണ്. ഔസേപ്പ് പിതാവ് നീതിമാനായിരുന്നത് കൊണ്ട് ആരോടും ഔസേപ്പ് പിതാവ് ഇത് പറഞ്ഞു നടന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഘർഷം, ഒറ്റപ്പെടൽ, ഒരുപാട് വേദന, ദുഃഖം, ഇതുമായി ദൈവത്തോട് ഔസേപ്പ് പിതാവ് നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം ദൂതൻ, അതേ മാലാഖ, സ്വപ്നത്തിൽ ഔസേപ്പ് പിതാവിന് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഔസേപ്പ് പിതാവിനോട് മാലാഖ പറയാണ്, ഔസേപ്പേ, നീ പേടിക്കണ്ട, അവൾ ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ്. ഇത് കേട്ട ഉടനെ ഔസേപ്പ് പിതാവിനുള്ളിലുണ്ടായിരുന്ന അനേകം സംഘർഷങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ഒറ്റപ്പെടൽ ഉത്തരം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം ദൂതനോട് ഉള്ളിൻ്റെ ഉള്ളിൽ പറയാണ്, ഞാൻ മറിയത്തെ സ്വീകരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധിയിൽ ഔസേപ്പ് പിതാവിന് ഉത്തരം ലഭിച്ചു. ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോൾ ഔസേപ്പ് പിതാവ് നീതിമാനായിരുന്നത് കൊണ്ടാണ് ഔസേപ്പ് പിതാവിന് ഒരു ഉത്തരം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയുണ്ട്, ഒറ്റപ്പെടലുണ്ട്. ദൈവമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം തരും. പിന്നീട് മറിയത്തെ സ്വീകരിക്കുകയാണ്. എന്താണ് ഔസേപ്പ് പിതാവ് സ്വീകരിക്കാൻ കാരണം? അതായത് ഔസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ, യേശുവിൻ്റെ അപ്പനാകാൻ പോകുന്നുള്ളൊരു വാർത്ത അവൻ കേൾക്കുകയാണ്. മറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു ദൈവപുത്രനാണ് ജനിക്കാൻ പോകുന്നതെന്ന് ഔസേപ്പ് പിതാവിന് തിരിച്ചറിവ് ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വാർത്ത കേട്ടപ്പോൾ ഔസേപ്പ് 2 കരങ്ങൾ നീട്ടി മറിയത്തെ സ്വീകരിക്കുന്നു. സ്വീകരിച്ച അന്ന് മുതൽ, വിവാഹം കഴിച്ചത് മുതൽ ഒരുപാട് പ്രതിസന്ധികൾ, ഒറ്റപ്പെടലുകൾ, സഹനത്തിൽ ഒറ്റപ്പെടൽ, വേദനകൾ. നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനേക സഹനങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഉണ്ണീശോയുടെ ജനനം നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ ആ ഒറ്റപ്പെടലിന് ഒരു ഉത്തരം ലഭിക്കട്ടെ. ഔസേപ്പ് പിതാവിനുണ്ടായിരുന്ന നീതിമാനായ ഔസേപ്പ് പിതാവിൻ്റെ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഉണ്ണീശോ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.